കുട്ടി വന്നോളൂ. പശു ഒന്ന് മാറ. പശു എന്താ അനുസരണമില്ലാത്ത എന്താ എന്താ പശുവിനൊരു ദീനം. എന്താ ഇത് തൊഴുത്തോ? ഇതിനൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിരിക്കണ എന്റെ ഈശ്വര? ഗോപാല പിടിച്ച് പുറത്താക്കി. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ ഞാൻ? ഇവനെന്തിനാ പെണ്ണെ കയറി പിടിക്കണേ? ഇറക്കടാ. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ? എന്താണത്? ഇറങ്ങ ഇറങ്ങ. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ ഇതുപോലെ ഒരു ദിവസം നിന്നെ പിടിച്ച് കെട്ടും. എന്തായത്? ജേഴ്സിയാ? അല്ല, മേഴ്സി എന്നാ പേര്. എങ്ങനെ മനസ്സിലായി? ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതിനമാണെന്ന്. അതാ ഡോക്ടർ. ഞാൻ പറയാം, നീ ഒന്നും മിണ്ടണ്ട. എന്താ അസുഖം? അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തന്നോട് ചോദിച്ചില്ല. എന്താ അസുഖം? ഒരു വിശപ്പില്ലായ്മ. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. കാണിച്ചോണ്ടെന്നാ പോരാ, ഞങ്ങളും കാണിക്കാൻ വന്നിരിക്കുക. കാണിക്കണല്ലേ? അതാരാണെന്ന് മുന്നോട്ട് ചോദിച്ചേക്ക്. ഞാൻ വന്നതിന് ശേഷം അയാൾക്ക് വേറെ കുറെ ട്രീറ്റ്മെന്റ് കൊടുത്തോളാം. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് വന്നിട്ട് നോക്കിക്കോളാം. താമാടോ വരടോ. ഏതോ ഒരു അഹങ്കാരി ഇവിടെ നിന്ന് വിളിച്ചു കൂവുന്നുണ്ടായിരുന്നല്ലോ. ആരാത്? ഇയാളാ? വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ. ബുദ്ധിജീവിയാണ് അല്ലേ? ഇയാളെ വിളിച്ച് മാറ്റിയെടുത്ത് അവസാനം വന്നാ മതി. കൂടോ. എന്താ പശുവിന് അസുഖം? ഒന്നും തിന്നണില്ല. തിന്നണില്ല. എത്ര നാളായി? ഒരാഴ്ചയായി. ഒരാഴ്ചയായിട്ട് ഈ പശുവിനും കൊടുത്തോ? ഇല്ല. ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തിന്നണില്ല. ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ? അല്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാ. നേരത്തെ ഉള്ളതാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ ഇലയെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്ത് 10 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് കേട്ടോ. അടുത്താൾ വരൂ. എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കണോ? എന്റെ കോഴി മുട്ട ഇടുന്നില്ല. കോഴി മുട്ട ഇടണില്ല അല്ലേ? ഈ പൂവൻ കോഴി എങ്ങനെയാ മുട്ടയിടാ? മുട്ട എന്താ കുഞ്ഞിരാമാ? ഒന്നും പറയണെന്റെ പ്രസിഡന്റ്. 6 ദിവസമായിട്ട് തല പൊന്നിട്ടില്ലായിരുന്നു. ദേ ഇവിടെ വന്നു, അദ്ദേഹം ഒന്ന് തലോടി. അതാ പറഞ്ഞത്, ഈ മരുന്ന് ആർക്കും കൊടുക്കാം, ഏത് പൊട്ടനും കൊടുക്കാം. പക്ഷെ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈശ്വര, എന്താടോ? അല്ല, നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയായിരുന്നു. നമസ്കാരം. ഒരു മിനിറ്റ്, ഞാൻ ഈ പാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. അതെ, ഞാൻ 3 ഗുളിക തന്നിട്ടുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചോളൂ. ദേ, ഇത് പുറത്തുനിന്ന് വാങ്ങാനുള്ളത് ഇവിടെ ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വന്ന് വിളിച്ചോളൂ, ഞാൻ വന്നോളാം. പൊക്കോളൂ, സന്തോഷമായിട്ട് പൊക്കോളൂ. ശരാ, എന്തുണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്. എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞേ? ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ വെട്ടത്ത് വന്ന് നോക്കട്ടെ. മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി. ഇവിടെ ഭേദമാകാത്ത അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണാവോ ഡോക്ടറെ കൊണ്ടുവരേണ്ടത്? പ്രസിഡന്റ് തമാശയും പറയുന്നുള്ളത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അകത്തേക്ക് പൊക്കോളൂ, ഞാൻ ഈ പാവങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം. Please don't make noise. എന്നാലും ഇവൻ ഈ കോപ്പിലെ പേരിട്ട് ആരാന്ന് ഞാൻ ആലോചിക്കുന്നത്. പേരിട്ടത് എന്റെ അച്ഛൻ. വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഒരുമാതിരി മുണഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാനപ്പന്റെ പേരിന് എന്താ ഒരു കുഴപ്പം? ഞാണപ്പനല്ല, നാണപ്പൻ. നാണപ്പൻ നായർ, MP, മെമ്പർ ഓഫ് പഞ്ചായത്ത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. താൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? ആ ഡോക്ടറില്ലേ, അവന്റെ പേരിന്റെ കാര്യ. ഇയാള് കുറെ നേരമായി തുടങ്ങിയിട്ട് അയാളുടെ പേരിന് എന്താ ഒരു കുഴപ്പം? പശു അധികം പതി, പശുപതി. പശു അധികം പതി. ശരിയാ, പശുവിന്റെ പതി കാളാ. അതല്ലടാ, പിടികിട്ടി. ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നത്. അതും അല്ലടോ, പശു അധികം മതിന്ന്. അവന് പശുവിനെ മതിന്ന്. വൃത്തികെട്ടവൻ, വഷളൻ. നീ കേറ്. ബാലൻസ് തെറ്റുന്നു, സൂക്ഷിച്ചിരിക്കും. എന്തെങ്കിലും പറ്റിയോ?
മാറി തടവോ മറ്റോ വേണോ? എന്ത് പറ്റി? മുട്ടിയോ തടവണോ? നാണമല്ലോ നിനക്ക്? വഴിയെ പോണ പെമ്പിള്ളാരെ നെഞ്ചത്തോട് സൈക്കിൾ കയറ്റിട്ട് കിന്നാരം പറയുന്നു. വാ സൈക്കിളിൽ പോം. ആ ഒരു മധ്യസ്ഥൻ കുതികാല് വെട്ടി. എന്തെന്റെ സുഖം കാണിക്കരുത് കേട്ടോ ബാല. തമാശ പറഞ്ഞതാ. കാര്യമായിട്ട് തന്നെയാ. ദേ, ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരരുത്. കൊണ്ടാക്കി നീ എന്ത് ചെയ്യും? നീ എന്ത് അയ്യോ ചെയ്യും? എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്കിടല്ലേ. അതൊന്നും സാരില്ല. ഞങ്ങൾ ബാല്യം മുതലേ അങ്ങനെ. ആ, ഇവിടെയാണ് മുട്ടിയത്. ശരി. വേദനയുണ്ടോ? എന്തിന്റെ വേദനയാണെന്ന് മനസ്സിലായി കുമാരി മക്കളോ. താങ്ക് യു. വൈകുന്നേരം ഓ കടങ്ങ ഏറ്റവും ആ ഞാൻ പോവാൻ പോ. നീക്ക വരുന്നെങ്കി വേടാ. കേറ് കേറ്. പോക്ക് കണ്ടാ ഹൈവേ ആക്കാൻ പോവാ. റോഡുകളൊക്കെ വളരെ മോശം. അതുകൊണ്ടാണല്ലോ. അയ്യോ ബ്രേക്ക് പോ. എവിടെ നോക്കിയാടോ മുതുകാളെ വണ്ടി ഓടിക്കുന്നത്? ഹൈവേയിലാണോ വണ്ടി ഓടിച്ചു പഠിക്കുന്നത്? വണ്ടി വരുന്നത് കണ്ടൂടെ? തന്റെ ഒന്ന് മുഖത്ത് കണ്ണില്ലേടോ? തന്റെ മുഖത്ത് കണ്ണല്ലാതെ പിന്നെ കുന്തായിരിക്കണ്. കീർത്തനം പറയുന്നൂടോ. താനൊക്കെ കണ്ട അലവലാതി പെണ്ണുങ്ങളുടെ വായു കിടന്ന് വണ്ടിയുടെ നെഞ്ചോട്ട് കേട്ടിട്ട് ഒരുമാതിരി കളിയാക്കുന്നോടാ ചേച്ചേ. പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞങ്ങളുടെ സൈക്കിളിന്റെ കാശ് താടോ. അയാളുടെ മുടിഞ്ഞ ഒരു തൂവാല കേടോ. നമ്മളെ എയ്റ്റ് പോസ്റ്റല്ലേ പയറ് പോലെ നിൽക്കണം. സൈക്കിളിന്റെ കാശ് തരണം. സൗകര്യമില്ല. ഇല്ലെങ്കിൽ മൂട്ട വണ്ടി ഞങ്ങൾ തട്ടി പൊട്ടിക്കും. വണ്ടിയിൽ കൈയ്യടാ തെണ്ടികളെ. നാളെ രാവിലെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മീശ വടിക്കും. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ മീശ വെക്കും. ദയവേത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോകണം പ്ലീസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇരുകൂട്ടരും തൂങ്ങും. ഇത് സിവില അല്ലെ ക്രിമിനലാ. പ്രസിഡന്റ് പോണം. പ്രസിഡന്റ് പിരിഞ്ഞു പോകണം പ്ലീസ്. ഞാൻ പറയുന്നു വണ്ടി ഇടണോ? ചുമന്ന് മാറ്റി ചുമന്ന് മാറ്റി. ഡോക്ടറെ മാറ്റോ വണ്ടി എടുത്ത പ്രസിഡന്റ് രാജിവെക്കുക. ഉൽപ്പലാക്ഷണം പ്രസിഡന്റ് ആക്കുക. എന്താ കളിട്ടാ? എന്തു പറ്റി? എന്ത് പറ്റാൻ ഇതിനപ്പുറം? വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ പോക്കണം കൊണ്ട് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. സാർ കോട്ടൂരാൻ വരട്ടെ? കോട്ടൂരാനോ? ഏത് കോട്ടൂരാൻ? അയാൾ വന്നിട്ട് എന്താ കാര്യം? അല്ല സാറിന്റെ കോട്ട് ഊരാൻ വരട്ടെ എന്ന് പറയായിരുന്നു. ശോ, എന്നാ പിന്നെ തെളിച്ചു പറഞ്ഞൂടെ? എന്ത് കഷ്ടം നോക്കണേ. ഇങ്ങനെ അധൈര്യപ്പെട്ടാലോ ഡോക്ടറെ? അധൈര്യത്തിന്റെ പ്രശ്നമല്ല പ്രസിഡന്റ്. മാഡം 5 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് എന്താ വെറ്റനറി ബിരുദമെടുത്തത് ഈ പോക്കണങ്കോടുള്ള തോന്നിവാസികളുടെ ആട്ടും തൂപ്പും കേൾക്കാനല്ല. ക്ഷമിക്കൂ ഡോക്ടറെ. മാഡം 5 വർഷം ഞാൻ മലയാളിൽ ജോലി ചെയ്തിരുന്നു. ജോഹോർ, പെറാക്, കെഡ, കലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ്. അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നം ഇവിടെ മാത്രം. അതല്ല സാർ. Shut up, stupid. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഈ തെണ്ടി പറഞ്ഞത്. വയ്യ, എനിക്ക് വയ്യ. ഞാൻ ഇന്ത്യ വിടുകയാണ്. പണ്ടെങ്ങാണ്ടോ ഫാഹിയാനോ ഹുയാൻസാങ്ങോ ഇന്ത്യയിൽ വന്നെന്നും പറഞ്ഞ് അവർക്ക് അവിടെ പണി ഉണ്ടാവില്ലേ? പക്ഷെ എനിക്ക് പണിയുണ്ട്. ഫ്രാൻസിൽ എന്താണ്ടായത്? വോൾട്ടയർ, മോണ്ടോസ്ക്യൂ, റൂസോ അവരെഴുതി. വിപ്ലവം ഉണ്ടായി അത്യാവശ്യത്തിന്. മാർക്സ് പലതും എഴുതി. അതിൽ നല്ലതാണ് എടുക്കേണ്ടത്, ചീത്തയല്ല. ക്യാപിറ്റലിസത്തിന് എന്താ കുഴപ്പം? അതിൽ സോഷ്യലിസം ഇല്ലേ? സോഷ്യലിസത്തിന് എന്താ കുഴപ്പം? അതിൽ ക്യാപിറ്റലിസം ഇല്ലേ? ക്യാപിറ്റലിസത്തിലും സോഷ്യലിസത്തിലും മാർക്സിസം ഇല്ലേ? അതൊന്നും ഈ പപ്പനും തെണ്ടിപ്പട്ടികൾക്ക് മനസ്സിലാവാത്ത എന്താ? സോറി അമ്മൂട്ടി, യു ആർ എഡ്യൂക്കേറ്റഡ്. താങ്ക് യു. ഡോക്ടർ പശുപതി, ഇന്നത്തോടെ അവരുടെ ഗുണ്ടായുസം ഞാൻ അവസാനിപ്പിച്ചോളാം. താങ്ക് യു സർ. താങ്ക് യു മാഡം. ഓട്ടെ അമ്മൂട്ടി, ഓട്ടോ. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പം പ്രസിഡന്റ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അയാളല്ലെങ്കിൽ ഇതുവരെ എന്താ ചെയ്തോണ്ടിരുന്നത് അല്ലേ ബാല? പിന്നല്ലാതെ അയാള് പന്തയത്തിൽ തോക്കും, മീശ വയ്ക്കേണ്ടിയും വരും. ഒരു ഐഡിയ. എന്താ എന്താ എന്താ? ഈ ഭരണകക്ഷിയില് പ്രതിപക്ഷം കൂടി ലയിച്ചാൽ എന്താ? അല്ലെങ്കിൽ എന്തിനാ ലയിക്കുന്നത്? മക്കളെ, വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ദിവസം ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഉത്തരത്തിന്മേൽ ഒരു ശാപം കാണാം. എന്റെ അതോടെ ഈ പ്രശ്നം തീർന്നല്ലോ. നേതാവിനെ ഞങ്ങൾ ആക്കും. നേതാവ് തളരരുത്, ധൈര്യമാണ് വേണ്ടത്. എന്നെ കണ്ട് പഠിക്കൂ. ശേഷിയും ശേമുഷിയുള്ള ചെറുപ്പക്കാർ നേതാവിന്റെ പിന്നിലുണ്ട്. നേതാവ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈകിളിയേ. ഉൽപ്പലാക്ഷൻ സിന്ദാബാദ്.
എന്റെ ഭഗവാനെ. ഡോക്ടറെ ഡോക്ടറെ വാതിൽ തുറക്ക. എന്താ നിന്റെ തുറന്നില്ലെങ്കിൽ നീ ഞങ്ങള് പോലീസുകാരാ. എവിടെ ചെന്നാലും ഈ വൃത്തിയായിട്ടവന്മാർ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. ഞാൻ വരും കട്ടുണ്ടോ പശിപ്പ്. എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പറയാം. എന്താ രാവിലെ പെട്ടിയോട്ടെ എങ്ങോട്ടാ? ആ മനക്കിലെ നമ്പൂരിക്ക് നമ്പൂരിയുടെ ആനക്ക് സുഖമില്ലാന്ന് ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, ഒരുപാട് തട്ടി വിളിച്ചു. അതുകൊണ്ടാണ് ഇതിലേ വന്നത്. ഉറക്ക വിളിച്ചു. ഞാൻ കേട്ടില്ല ഏട്ടാ. കേട്ടില്ലേ? ഇല്ല. ഞാൻ എന്നാ പോട്ടെ. പോകാൻ പറ്റട്ടെ. സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിന്നാ? അമ്മാവനോ? അമ്മാവൻ എന്തിനാ വെറുതെ സിംഗപ്പൂരിൽ നിന്ന് വന്നേ? ദാ നിൽക്കുന്നു അമ്മാവൻ. മോനെ, മരുമോനെ, എന്റെ പൊന്നുമോനെ. ഇവനാള് മെലിഞ്ഞു പോയല്ലോ. ഇവനാകെ അമ്പരം നിൽക്കുക. ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലയില് കുഞ്ഞനാട് കടയിൽ വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്തു. ഓ, യാത്ര ചെയ്ത് വലഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. ഓ, താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ പിന്നെ ടാക്സിന്റെ കാശ് കൊടുത്തിട്ടോ. ഓക്കെ, സമാധാനായി. നീ പൊട്ടി ബാഗൊക്കെ ഒന്ന് എടുത്താട്ടെ. പിടിച്ചോ. വാ. ഡോക്ടർ പശുപതി. ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവാ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടമയ്ക്കാണ് നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന് വരവ്? അതെ, കണ്ണൂരിന്ന്. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴിമരത്തുമ്പോ കെട്ടി ഞാൻ ചത്തിട്ടും കഴിയുന്നില്ലേ? പോരായിരുന്നോ? അതേടാ, കട്ടുമോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പൊ എനിക്കൊരു മൂടുറച്ചു നായപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. ഓ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പിയോളപ്പ് വേലായുധൻ. നിനക്ക് പോവാ. എടാ ഭൈരവ, വേട്ടു വേലായുധ, ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക, നിന്റെ അമ്മാവനായിട്ട്. അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? മര്യാദക്കൊണ്ട് പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുക്കും. എന്താണ്? വേണ്ട വൈരവ, വേണ്ട, അടങ്ങിക്കോ. മുട്ടുംകാലം അടക്കിയാൻ ഇടിക്കും. എന്റെ ശരീരം കേടി എന്താ അമ്മാവനും മരുമോനും കൂടി കുടുകൂടു? വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്താൽ ഇങ്ങനെ ഒരു കളി ഒറ്റയടിച്ചിട്ട് പാടും. നമ്മളിപ്പോഴും ചെറുപ്പാന്ന് അവരൊക്കെ വിചാരേ. അല്ല, അപ്പൊ ആളെ മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. നാളുകാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ. തിരിക്കായി ഇല്ലേ അമ്മാവ? മടക്കയാത്ര ഉടനെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചിട്ട് പോയാ പോരെ? ഏയ് പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതായി ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കുണ്ട്. സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, വല്ലതൊക്കെ സംസാരിച്ചിരിക്കാം. ഞാൻ ഒരു ദിവസം എടുത്തോണ്ട് വരാം. ആട്ടെ. ഓക്കെ. പട്ടി നിന്നെ ഞാൻ അയ്യോ പോട്ടെ. പിന്നെ നാളെ ഞാൻ ഉണ്ടാവില്ല. പഞ്ചായത്ത് മീറ്റിംഗാ. മറ്റന്നാളോ അതിന്റെ പിറ്റേന്നാളോ വഴി സംശയമുണ്ട് ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്നു അവിടെ. പിന്നെ ഇപ്പൊ വേണ്ട. ശരി. നീ വൈരവാ, പോലീസ് സൂപ്പറിന്റെ വീട്ടിലേക്ക് ഒരു മാല പൊട്ടിക്കൂലടാ. എസ് ഐ തോമസ് ഹിയർ. ഗുഡ് മോർണിംഗ് സാർ. പ്രതി കുറ്റം സംഭവിച്ചു സാർ.
ഇന്ന് രാവിലെ തുടങ്ങിയ ഇടി ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇനി 20 സാധനം കൂടെ കിട്ടിയാ മതി. മാല മോഷണം പോയിട്ടില്ലെന്നോ? കുളിമുറിന്ന് കിട്ടിയെന്നോ? സോറി സാർ, വിട്ടേക്കാം സാർ, ഇപ്പൊ തന്നെ വിട്ടേക്കാം. ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ. ജോൺ സാർ, പിന്നെ വയറു നിറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞു വിട്. ഓടാ അടക്കേ. തോമാച്ച എടാ പപ്പനാവാ. അപ്പോ ഞാൻ വിളിച്ചാ നീ വരും അല്ലേ? SIമാരല്ലേ, വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ ഇടിയും തൊഴിയെ കഴിഞ്ഞോ? ഊരാതെ ഊരാതെ ഊരാതെ. ആ വീട്ടിലേക്ക് പോ. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാകില്ല. ആ നിന്റെ പെട്ടിയും കിടക്കൊക്കെ എന്ത് ചെയ്യും? പുറത്തൊരു ഏമാനെ ഏൽപ്പിച്ചിരിക്കുക. ആ വാ.